അങ്ങനെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ തെറ്റിദ്ധരിക്കും, താൻ പറയണ്ട. അയ്യയ്യോ, എന്തൊരു സിദ്ധി! കിടുങ്ങിപ്പോയി എന്നെ, കിടുങ്ങിപ്പോയി. എന്താ? ഈ മന്ത്രന്മാരുടെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, അത് ഞാൻ അപ്പൊ നേരിട്ട് കണ്ടു. തെളിച്ചു പറ. ഞാൻ മനക്കിലെ പറമ്പിൽ ചെത്താൻ ചെന്നതാ. അപ്പണ്ട് നമ്മുടെ കൊല്ലന്റെ വീടിന്റെ മുമ്പിൽ ആൾക്കൂട്ടം. ഇതെന്താ കഥ നോക്കാൻ ചെന്നപ്പോ എന്താ കഥ? അവിടെ ഒരു ഒഴിപ്പിക്കൽ നടക്കുകയായിരുന്നു. 1.5 കൊല്ലായി ആ കൊല്ലനെ വേറെ ഒരുത്തി വശീകരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവളയാളെ മറക്കാൻ വേണ്ടി അയാളുടെ ഭാര്യ ജീവിച്ച വിദ്യ വശീകരിച്ചുള്ള പേര് പോലും ഇപ്പൊ കൊല്ലം മറന്നു. എന്തൊരു സ്ഥിതി! ആരായിരുന്നു തന്ത്രി? തന്ത്രി മന്ത്രി ഒന്നും ഇല്ലാന്നേ. ഇക്കണ്ട കാലം പഴനിയിലൊരു തങ്ങളുടെ ശിഷ്യനായിരുന്നു നമ്മുടെ കുഞ്ഞിക്കാതറ. അങ്ങനെ ആളെ മനസ്സിലായോ? ഇല്ല. നമ്മുടെ മരുന്നടിക്കാരൻ ഉപയോഗിച്ചെന്റെ അനുജൻ. പുറം നാട്ടുകാരറിഞ്ഞാ കുഞ്ഞിക്കാതറിനെ കൊത്തിക്കൊണ്ടുപോകുന്ന കേൾക്കുന്നത്. എന്തൊരു സിദ്ധി! ഞാൻ പോവാ. വാസു, അങ്ങനെ പുറം നാട്ടുകാര് കുഞ്ഞിക്കാതറിനെ കൊത്തിക്കൊണ്ടു പോണ്ട. അവനെ വിളിച്ച് നമ്മുടെ അമ്മിണിക്കുട്ടിക്കൊരു രക്ഷ കിട്ടിക്കണം. അത്രയ്ക്ക് വേണോ ശങ്കരൻകുട്ടി വേന്നെ? അവര് തമ്മിൽ സ്നേഹിച്ചോട്ടെ, അതിലെന്താ ഇപ്പൊ തെറ്റ്? പറ്റില്ല, മനസ്സുകൊണ്ട് എനിക്കത് ഇഷ്ടല്ല. കുഞ്ഞിക്കാതർ എന്നെ ഒന്ന് സഹായിക്കണം. പണി എനിക്കറിയാഞ്ഞിട്ടല്ല, അമ്മിണിക്കുട്ടി കുട്ടിയേട്ടാന്നുള്ള വിളി വരെ മറക്കും. പക്ഷെ തങ്ങള് സമ്മതിക്കൂല. അതാരാ ഈ തങ്ങള്? നമ്മൾ ഉസ്താദ്, അങ്ങേർക്ക് ഇതൊന്നും ഇഷ്ടല്ല. അങ്ങേര് എവിടെയാണെന്ന് പറ, നമുക്ക് കാറ് വിളിച്ച് അയാളെ പോയി കാണാം. അല്ല, അങ്ങേര് സ്വർഗത്തില്ല, മരിച്ചിട്ട് 6 ആണ്ട് കഴിഞ്ഞ്. അങ്ങോട്ട് കാറ് പോവോ? കാർ അങ്ങോട്ട് പോയില്ല. അങ്ങനെ ആ കൊട എന്തെന്ന് നിന്റെ പെട്ടത്തലിക്കൊന്ന്. കുഞ്ഞിക്കാതറെ, ഇതൊന്ന് വഴിയുണ്ട്. ഈ വിരലിന്റെ തുമ്പത്തേക്ക് നോക്കിയാട്ടെ, വല്ലതും കാണുന്നുണ്ടോ? അങ്ങേ പറമ്പിൽ പുല്ല് എത്തണം നാരായണിയെ കാണുന്നുണ്ട്. ഛേ, വയസ്സുകാലത്ത് പെണ്ണുങ്ങൾ നോക്കാണ്ട് വിരലിന്റെ തുമ്പത്തേക്ക് നോക്കിയേ, വല്ലതും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോഴവൻ വന്നിട്ടില്ല. ആര്? വിരലിന്റെ തുമ്പത്ത് വേലായുധം കൂട്ടി വന്നിട്ടില്ല. പക്ഷെ വരും, വന്നേ പറ്റൂ. മേനോന് വേണ്ടി അവനെ അവൻ വരുത്തും. അമ്മണിക്കുട്ടിയെ മറക്കാൻ പറയും. പോരെ? അത് മതി. ആ, നാളെ സന്ധ്യക്ക് വീട്ടിനകത്ത് വെച്ചൊരു പൂജയുണ്ട്. 11 കോഴി ജീവനോടെ, 10 കൊല തേങ്ങ, പിന്നെ ഒരു 501 ഉറുപ്പ്യ. അതൊക്കെ ഞാൻ ശരിയാക്കാം. ബാക്കി ലിസ്റ്റ് ഞാൻ വാസുവിന്റെ അടുത്ത് കൊടുക്കാം. പിന്നെ ഹോമം കഴിഞ്ഞു വരെ പന്തും പിടിച്ച് മേനോൻ തുള്ളണ്ടി വരും. പറ്റുമോ? പറ്റും. എന്ത് പണ്ടാറിലെങ്ങനെ ഞാൻ തയ്യാറാ. ശരി, എന്നാ നാളെ കാണാം. ഭഗവാനെ, കുഞ്ഞിക്കാതറിന് ദക്ഷിണയൊന്നും കൊടുത്തില്ലല്ലോ. നീ എടുത്താ? ഇല്ലങ്ങനെ സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. കഷ്ടകാലം തുടങ്ങിയെന്നാ തോന്നുന്നു. ഏതായാലും നാറി വരണത് വരട്ടെ. എന്ത് ചെയ്യണം? അങ്ങനെ വല്ലതും പറഞ്ഞോ? ഞാൻ മീശം ചേർത്തൊന്ന് തന്നാണ്ട്. ഇത് എത്ര നേരം ഇങ്ങനെ കിടന്ന് തുള്ളണാവോ? മന്ത്രം ചെയ്യാൻ പോയി കുഞ്ഞിക്കാതറിനും കാണാനില്ലല്ലോ. കുഞ്ഞിക്കാതർ എന്തിനാ അങ്ങേരെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്? തലയിലെടുത്തെന്ന് വിചാരിച്ചാ മതി. ഓരോരുത്തർക്ക് പടച്ചോൻ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മൂപ്പർക്ക് തുള്ളാനാ വിധി. വേലായുധം കുട്ടി പറഞ്ഞയച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അമ്മിണിക്കുട്ടിയെ സ്വന്തമായി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് ഫലമില്ലാന്ന് അവൻ പറയണേ. ഞാൻ എന്താണ് അവനോട് പറയേണ്ടത്? അവളെ കിട്ടുമെന്ന് പറ, ഞാൻ പറഞ്ഞു എന്ന് പറ. ഞമ്മക്കത് മതി. മേനോന്റെ തുള്ളൽ ഞാൻ ഇപ്പൊ നിർത്തും. മതി. യാ സത്താർ, യാ മത്താർ, യാ ഹൂദ്. അവിടുന്ന് എന്താണാവോ പറഞ്ഞത്? ഇതിലേക്കൊന്ന് ഊതാൻ. ഇതെന്താ? മുറുക്ക്. മുറുക്ക? ഉറുക്ക്. എന്തിനത്? ഇതാർക്കാണോ അവരുടെ അരയിൽ കെട്ടുക. ഉദ്ദേശിച്ച സംഗതി നടക്കും, അവനെ മറക്കും. ഇതൊന്ന് പിടിച്ചേ. മറക്കണേ എന്റെ ഭഗവാനെ, അവന്റെ ശല്യം ഇതോടെ തീർന്നു കിട്ടണേ. ഭഗവാനെ, உன்னை பார்க்கும்போதெல்லாம் எனக்கு தர்மலிங்கத்தை தான் ஞாபகம் வர்றது. ഏത് ധർമ്മലിംഗം?
உன்னப்பா. ஓ தர்மலிங்கம் ஏ அப்பா. ஆமா, அவரு இப்ப இருந்திருந்தா எவ்வளவு சந்தோஷப்படும் தெரியுமா? ஆமா, சிவகாமி பார்க்க எப்படி இருப்பாங்க? അമ്മ എന്റെ തനി ചായയായിരുന്നു. சிகப்பா? ആമാ. பாவம். പാവം. சாப்பிடுங்க. മതി മതി മതി. അയ്യോ മതി. பரவாயில்ல பரவாயில்ல, சாப்பிடு கண்ணா. വയറ് പറഞ്ഞു അതാ. சாப்பிடு. எனக்கு தெரியும் உங்களுக்கு என்ன பிடிக்கல. അയ്യേ അങ്ങനെ ആരാ ചൊല്ലിയത്? பின்ன நானே சாம்பார் சமைச்சேன், நானே கஷ்டப்பட்டு மாவாட்டி இட்லி செஞ்சேன், நீங்க சாப்பிடவே இல்ல. അതെല്ലാം നന്നായിട്ടുണ്ടായിരുന്നല്ലേ? അന കഴിക്കാൻ പറ്റണ്ടേ? ஏன் முடியல? പശിക്കലേ. എനിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ടാ. சுகமில்லையா? என்ன ஜுரமா? வெயில்ல ஆடக்கூடாதுன்னு எத்தனை தரம் சொல்லியிருப்பேன். அப்பா, இவருக்கு உடம்பு சரியில்லையா? அப்படியானா நீ இன்னைக்கு வர வேண்டாம், இங்க படுத்து ரெஸ்ட் எடு. ஆமா, நான் நல்லா பாத்துக்குவேன். ഇങ്ക പടത്തിന്റെ റെസ്റ്റ് എടുത്താ എന്റെ അസുഖം കൂടും. ഞാൻ കടയിലേക്ക് പറയാൻ. நான் சொல்றதை கேளு, இங்க படுத்து ரெஸ்ட் எடு. വേണ്ട, ഞാൻ കടയിലേക്ക് വരുവേൻ. அப்படின்னா ഓക്കേ. അനന്തോലി, എന്റെ ഉടമ്പിന് ഒരു കുഴപ്പമില്ല, അസുഖം മനസ്സിനാ. என்னாச்சு மனசுக்கு? മനസ്സുക്ക് ഓരോന്ന് ആലോചിക്കുമ്പോ ഒരു സമാധാനമില്ല. தரிசனத்துக்கு 4 டூரிஸ்ட் பஸ் வந்திருக்கு. நான் போய் கொஞ்சம் பேரை கேன்வாஸ் பண்ணி வர்றேன். എത്ര പേരെ വേണേലും കൊടുന്നോ, ഞാൻ ഇരിക്കില്ലേ എങ്ക. நீ வந்ததுக்கு அப்புறம் என் மனசுக்கு ரொம்ப சந்தோஷம். എനിക്കും അങ്ങനെ തന്നെയാ. எல்லாமே என் ஆனந்தவல்லியோட அதிர்ஷ்டம். உண்மையிலே அவ எவ்வளவு ஆசை வச்சிருக்கே தெரியுமா? முருகா, கந்தா, காப்பாத்துப்பா. வெற்றிவேல் முருகனுக்கு அரகரோ அரகரா, வீரவேல் முருகனுக்கு அரகரோ அரகரா, சக்திவேல் முருகனுக்கு அரகரோ அரகரா, ஞானவேல் முருகனுக்கு அரகரோ அரகரா. ஞான பண்டிதா காப்பாத்தப்பா. வெற்றிவேல் முருகனுக்கு அரகரோ அரகரா, ஞானவேல் முருகனுக்கு அரகரோ அரகரா. சீக்கிரமா போய் சாமி கும்பிடு, இதெல்லாம் உனக்காக தான். வெற்றிவேல் முருகனுக்கு அரகரோ அரகரா, வீரவேல் முருகனுக்கு அரகரோ அரகரா, ஞானவேல் முருகனுக்கு அரகரோ. എന്ത് വട്ടായി കാണിക്കും നമ്മളെ കുട്ടി? ഇത് എത്ര നേരായി? കുട്ടിയേട്ടനൊരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള നേർച്ചയാ. ഇനി 21 പ്രദർശനം കൂടി ഉണ്ട്. കുട്ടിയേട്ടൻ ഒന്ന് മാറോ? இங்க வந்து படுத்துட்டு இருக்கியா? உன்னை எங்க எல்லாம் தேடுறது? வீட்டுல போய் பார்த்தேன், கோயில்ல போய் பார்த்தேன், கடையில போய் பார்த்தேன், எங்கேயுமே காணோம். ஒரு விஷயம் தெரியுமா? 101 தடவை அங்க பிரவேசம் பண்ணிட்டு வந்திருக்கேன். அப்புறம் கிருத்தி அன்னைக்கு மலை ஏறேன்னு வேண்டியிருக்கேன். எதுக்கு தெரியுமா? எல்லாம் உன் மனசு சந்தோஷத்துக்காகத்தான். അനന്തോല്ലി, നീ ഇനി എന്തൊക്കെ ചെയ്താൽ എന്റെ മനസ്സിന്റെ വിഷമം മാറാതെ. നീ ഒരു മലയാളിയായി ജനിച്ചില്ലല്ലോ എന്നാണ് എന്റെ വിഷമം. എന്താണെന്നറിയോ, എന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു, ഞാൻ ഒരു മലയാളി പെൺകുട്ടിയെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന്. എന്റെ അമ്മ പാവം, അവരുടെ ആത്മാവിനെ ഞാൻ വേദനിപ്പിക്കാൻ പാടുണ്ടോ? എന്നെ തെറ്റിദ്ധരിക്കരുത് ആനന്ദവല്ലി, അല്ലാതെ നിന്നോട് സ്നേഹമില്ലഞ്ഞിട്ടല്ല. வருத்தப்படாதீங்க. நான் அடிக்கடி சொல்லுவேனே, என் மனசுல என்ன நினைச்சாலும் நடக்கும்னு. ஒரு விஷயம் சொல்லவா? யார்கிட்டயும் சொல்லாதீங்க. ഞങ്ങള് മലയാളീസാ. நிஜந்தா. அப்பா ചെറിയ வயசுலயே நாடு விட்டாச்சு. இங்க வந்து ஒரு ஆள் கூட சேர்ந்து பார்பர் பண்ணி படிச்சாச்சு. ஆனா பார்பர்ல நாயமாரா. அம்மா ஊரு പാലക്കാട്. തമിഴ് സംസാരിച്ച് പഴക്കം ആയിடுச்சு. ஆனா மலையாளம் പറഞ്ഞാൽ നല്ലോണം മനസ്സിലാവും. ഇപ്പൊ ചൊല്ല്, நான் என்ன நினைச்சாலும் நடக்கும்ல?